നമസ്കാരം, ET സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം. ഒരു ബിസിനസ് നടത്തുമ്പോൾ കടമെടുക്കുന്നതിന് സ്വാഭാവികമാണ്. ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഭൂരിഭാഗം കമ്പനികളും കടമെടുത്ത് വിപുലീകരണം നടത്തുന്നവരാണ്. എന്നാൽ കടം ആവശ്യമില്ലാതെ തന്നെ വളരാൻ സാധിക്കുന്ന ചുരുക്കം ചില കമ്പനികളുണ്ട്. ബിസിനസിന്റെ പുരോഗതിക്ക് വായ്പ എടുക്കുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ ഇങ്ങനെ ഒരു വായ്പയെ ആശ്രയിക്കാതെ ഒരു ബിസിനസ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് കമ്പനിയുടെ കാര്യക്ഷമതയെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ₹1 കടമില്ലാതെ പ്രവർത്തിക്കുന്ന ഉയർന്ന എഫിഷ്യൻസിയുള്ള 2 സ്മോൾ ക്യാപ് കമ്പനികളുണ്ട്. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ജ്യോതി റെസിൻസ് ആണ് ഇതിൽ ആദ്യത്തെ കമ്പനി. 1993 സ്ഥാപിതമായ ജ്യോതി റെസിൻസ് പശ നിർമ്മിക്കുന്ന കമ്പനിയാണ്. യൂറോ എന്ന ബ്രാൻഡ് പേരിലാണ് അവരുടെ പശ അറിയപ്പെടുന്നത്. വിപണിയിൽ ₹1336 കോടി വിപണി മൂലധനമുള്ള കമ്പനി ഇന്ത്യയിലെ ഗ്ലൂ ബ്രാൻഡിൽ രണ്ടാമത്തെ വലിയ പശ നിർമ്മാണ കമ്പനിയാണ്. പിഡിലൈറ്റ് നിർമ്മിക്കുന്ന ഫെവിക്കോൾ ആണ് ഇവിടെ 1ാം സ്ഥാനത്തുള്ളത്. കമ്പനിയുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 50% തുടരുന്നത്. ഇൻഡസ്ട്രി മീഡിയൻ 15% തുടരുമ്പോഴാണ് കമ്പനി 50% നിലനിർത്തുന്നത്. അതായത് ₹100 ക്യാപിറ്റൽ കമ്പനി ഉപയോഗിക്കുമ്പോൾ അതിൽ ₹50 ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് സാരം. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ROC 55% തന്നെ തുടരുന്നുണ്ട്. നിലവിൽ കമ്പനിക്ക് ₹1 പോലും കടമില്ല. അതായത് ഉണ്ടാക്കുന്ന വരുമാനം മുഴുവനും കമ്പനിയുടെ വളർച്ചയ്ക്കായി തന്നെ വിനിയോഗിക്കാമെന്ന് സാരം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കമ്പനിയുടെ ഫൈനാൻഷ്യൽ എങ്ങനെ പോകുന്നു എന്ന് കൂടി മനസ്സിലാക്കാം. കമ്പനിയുടെ വിൽപ്പന 2020 സാമ്പത്തിക വർഷത്തിൽ ₹74 കോടി ആയിരുന്നു. നിലവിൽ ഇത് ₹284 കോടി കുതിച്ചിട്ടുണ്ട്. അതായത് 31% CAGR വളർച്ചയാണ് കൈവരിച്ചത്. നടപ്പ് സാമ്പത്തിക വർഷം 149 കോടി വിൽപ്പനയും ആദ്യത്തെ 6 മാസം കൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എബിഡ 5 വർഷങ്ങൾക്ക് മുൻപ് 12 കോടി റിപ്പോർട്ട് ചെയ്തത്. ഇത് 89 കോടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ 40% CAGR വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. ലാഭത്തിലും 56% CAGR വളർച്ച കൈവരിക്കാൻ സാധിച്ചു. 5 വർഷങ്ങൾക്ക് മുൻപ് 8 കോടി ലാഭമാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇത് ഇപ്പോൾ 74 കോടി ഉയർന്നിട്ടുണ്ട്. ഈ വർഷം ആദ്യത്തെ 6 മാസം പിന്നിട്ടപ്പോൾ ലാഭം 34 കോടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഓഹരി വിപണിയിൽ 5 വർഷങ്ങൾക്ക് മുൻപ് ₹120 നിരക്കിൽ തുടർന്ന ഓഹരി ₹1114 പറന്നത്. അതായത് 5 വർഷം കൊണ്ട് 530% റിട്ടേൺ നൽകാൻ സാധിച്ചിട്ടുണ്ട്. 5 വർഷങ്ങൾക്ക് മുൻപ് ₹1 ലക്ഷം നിങ്ങൾ നിക്ഷേപിച്ചിരുന്നു എങ്കിൽ ഇന്ന് ആ തുക ₹9.25 ലക്ഷം ആകുമായിരുന്നു. ഓഹരി വില ₹1818 വരെ മുൻപ് കുതിച്ചിട്ടുണ്ട്. സർവകാല ഉയരത്തിൽ നിന്നും നിലവിൽ 39% ഡിസ്കൗണ്ടിലാണ് ഓഹരി വ്യാപാരം ചെയ്യുന്നത്. ഓഹരിയുടെ വാല്യുവേഷനും മെച്ചപ്പെട്ട് തുടരുന്നുണ്ട്. ഓഹരിയുടെ PE 18 ടൈംസ് ആണ്. ഇൻഡസ്ട്രി PE 20 ടൈംസ് ആയി തുടരുന്നുണ്ട്. പാൻ ഇന്ത്യയിൽ സാന്നിധ്യം വിപുലീകരിക്കുന്നതിനും അടുത്ത 3 വർഷത്തിനുള്ളിൽ ₹500 കോടി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിനുമാണ് കമ്പനി ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. 30 മുതൽ 40% വരെ ROEയും 40% മുകളിൽ ROCയും നിലനിർത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. കടം ഒഴിവാക്കുന്നതും മറ്റൊരു ലക്ഷ്യമാണ്. ഇവ ശക്തമായ പ്രവർത്തന പണമൊഴുക്കും ഫലപ്രദമായ പ്രവർത്തന മൂലധന മാനേജ്മെന്റ് വഴി ഊർജിതമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഗരുഡ കൺസ്ട്രക്ഷൻ ആണ് അടുത്ത കമ്പനി. 2010 സ്ഥാപിതമായ ഗരുഡ കൺസ്ട്രക്ഷൻ റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഡസ്ട്രിയൽ പ്രൊജക്ട് എന്നിവയ്ക്കായി end-to-end സിവിൽ സേവനങ്ങളാണ് നൽകുന്നത്. 1832 കോടി വിപണി മൂലധനമുള്ള കമ്പനി പ്രൊജക്ട് പ്ലാനിംഗ് മുതൽക്കുള്ള എല്ലാ സിവിൽ കൺസ്ട്രക്ഷൻ സേവനങ്ങളും വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. ജ്യോതി റെസിൻസിനെ പോലെ തന്നെ ഗരുഡ കൺസ്ട്രക്ഷനും ഉയർന്ന മൂലധന കാര്യക്ഷമതയുള്ള കമ്പനിയാണ്. നിലവിലെ ROC 30%, 5 വർഷത്തെ ശരാശരി 52%. അതായത് ക്യാപിറ്റലായി ഉപയോഗിക്കുന്ന ഓരോ ₹100 കമ്പനി ₹30 ലാഭം നേടുന്നുണ്ട്. ഇൻഡസ്ട്രിയിലെ മറ്റ് കമ്പനികൾ വെച്ച് നോക്കുമ്പോൾ ഉയർന്ന ROC ആണിത്. നിലവിലെ ഇൻഡസ്ട്രി ആവറേജ് 18%. കമ്പനി പൂർണ്ണമായി ഡെപ്റ്റ് ഫ്രീ ആണ്. അതായത് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ഉയർന്ന ഇൻട്രസ്റ്റ് അടച്ചു തീർക്കേണ്ടതില്ല എന്ന് സാരം. ഫൈനാൻഷ്യൽ നോക്കിയാൽ കമ്പനിയുടെ വിൽപ്പന FY20 രേഖപ്പെടുത്തിയ ₹124 കോടി നിന്ന് FY25 225 കോടി ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 13% CAGR വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. FY26 ആദ്യ പകുതിയിൽ വിൽപ്പന ₹241 കോടി ആയിരുന്നു. 2020 സാമ്പത്തിക വർഷത്തിൽ ₹4 കോടി ആയിരുന്ന എബിഡ 2025 സാമ്പത്തിക വർഷം ആയപ്പോഴേക്കും ₹66 കോടി വർദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ 75% CAGR വളർച്ചയാണ് എബിഡയിൽ രേഖപ്പെടുത്തിയത്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ₹70 കോടി എബിഡ രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. ലാഭത്തിലും ശക്തമായ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 2020 സാമ്പത്തിക വർഷത്തിൽ ₹1 കോടി ലാഭമാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ 2025
സാമ്പത്തിക വർഷമായപ്പോഴേക്കും 50 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. 118% CAGR വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 55 കോടി രൂപയുടെ ലാഭവും കമ്പനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. 2024 ഒക്ടോബറിലാണ് കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. 104 രൂപയിലാണ് ഓഹരി ലിസ്റ്റ് ചെയ്തത്. ഒരു വർഷം പിന്നിട്ടപ്പോഴേക്കും ഓഹരി 197 രൂപ എന്ന നിലയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഓഹരിയുടെ ഓൾ ടൈം ഹൈ 249 രൂപയാണ്. ഇപ്പോൾ അവിടെ നിന്നും 20% ഡിസ്കൗണ്ട് വിലയിലാണ് ട്രേഡ് ചെയ്യുന്നത്. വാല്യൂഷൻ നോക്കിയാൽ ഓഹരി 21 ടൈംസ് PE-യിലാണ് വ്യാപാരം നടത്തുന്നത്. അതേസമയം നിലവിലെ ഇൻഡസ്ട്രി ആവറേജ് 18 ടൈംസ് ആണ്. അതായത് കമ്പനിയുടെ ഓഹരികൾ സ്വന്തമാക്കാൻ വാങ്ങുന്നവർ ചെറിയൊരു പ്രീമിയത്തിലാണ് ഓഹരി ഇപ്പോൾ വാങ്ങുന്നത്. സെപ്റ്റംബർ പാദഫലങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ നടത്തിയ ഇൻവെസ്റ്റർ പ്രസന്റേഷൻ അനുസരിച്ച് കമ്പനിയുടെ ഓർഡർ ബുക്ക് IPO ടൈമിൽ ഉണ്ടായിരുന്നതിൽ നിന്നും 2.5 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. 1400 കോടി രൂപയിൽ നിന്നും 3461 കോടി രൂപയായി ഓർഡർ ബുക്ക് വർദ്ധിച്ചിട്ടുണ്ട്.